ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കരിമംഗലം മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ്. വെറും 2 ചേരുവ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ കരിമംഗലമൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ കരിമംഗലം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ ഫോട്ടോ കൊടുക്കാം. നമ്മുടെ സ്കിന്നിൽ നല്ല ഡാർക്ക് കളറായിട്ട് ഡാർക്ക് ബ്രൗൺ കളറിലൊക്കെ ആയിട്ടുണ്ടാകുന്ന ഒരു സ്പോട്ടാണ്. സാധാരണ നമുക്ക് മുഖക്കുരുവൊക്കെ വന്നിട്ട് ഉണ്ടാകുന്ന ആ ഒരു സ്പോട്ടിനേക്കാൾ വലിയ സൈസിലൊക്കെ ആയിരിക്കും ഇത് ഉണ്ടാകുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ മാറിക്കിട്ടാൻ കുറച്ചധികം ടൈം എടുക്കും. ഒരു 30 വയസ്സിന് ശേഷമാണ് ഇത് കൂടുതൽ ആളുകളിലും കാണുന്നത്. വെയിൽ കൊള്ളുന്നവർക്കൊക്കെയാണ് കൂടുതലായിട്ട് കരിമങ്ങലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനുള്ള ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കരിമങ്ങലം പൂർണ്ണമായിട്ടും തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ കരിമങ്ങലുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. ഞാൻ ചുവന്ന ചെമ്പരത്തിപ്പൂവ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളും ചുവന്ന ചെമ്പരത്തിപ്പൂവ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൈപ്പിടി നിറയെ പൂവ് എടുക്കാം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഈ ഒരു ചെമ്പരത്തിപ്പൂവ് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലിൽ വെച്ചിട്ട് ഇത് അരച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കല്ലിൽ വെച്ചിട്ട് നന്നായിട്ട് കുത്തി നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുത്താലും മതി. നമ്മളിത് മിക്സിയിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും നല്ലത് അമ്മിക്കല്ലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കല്ലിലോ പേസ്റ്റ് ആക്കി എടുക്കുന്നതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് വരാം. ഈ ഒരു പാക്കിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാനിപ്പോൾ ഈ പേസ്റ്റ് ആക്കി എടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ചെമ്പരത്തിപ്പൂവ് ചേർക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവിന് നല്ല ഹീലിങ്ങിൻ്റെ കഴിവുണ്ട്. നമ്മുടെ സ്കിന്നിൽ മുറിവ് വന്നാൽ അത് നമ്മുടെ സ്കിന്ന് പഴയതുപോലെ ആക്കിയെടുക്കാൻ, അല്ലെങ്കിൽ കരിമങ്ങല്യം, ഏജ് സ്പോട്സ്, സൺ ടാൻ ഇതൊക്കെ മാറിയിട്ട് സ്കിന്നിൻ്റെ അതിൻ്റെ പഴയ രീതിയിലും ഹെൽത്തി ആയിട്ട് വെക്കാനും സഹായിക്കുന്ന കഴിവുണ്ട്. അത് കൂടാതെ നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂവിൽ അടങ്ങിയിട്ടുള്ള ആന്തോസയാനിൻ നമ്മുടെ സ്കിന്ന് നിറം വെക്കാൻ സഹായിക്കുന്നുള്ള തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു പാക്ക് നിങ്ങൾ കരിമങ്ങലയുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. നമ്മൾ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കരിമങ്ങലയും കുറഞ്ഞു വരും. അതിൻ്റെ കൂടെ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആവും. അപ്പോൾ ഒന്നും കൂടെ കരിമങ്ങലയും എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് നമ്മുടെ കരിമങ്ങലയും മാറിക്കിട്ടാൻ ആ ഒരു ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കരിമങ്ങലയൊക്കെ മുഴുവനായിട്ട് പോയതിന് നമുക്ക് ഈ ഒരു പാക്ക് ഫേസ് ഫുള്ളായിട്ടും അതുപോലെ തന്നെ നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങും നമ്മുടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും കരിമങ്ങലും മാറിക്കിട്ടാനും ഏജ് സ്പോട്സ് കുറയ്ക്കാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം ഇത്രയൊന്നും വേണ്ട, നമുക്കിതിൻ്റെ പകുതി മതി. അപ്പം ഞാനൊരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്തിട്ട് തൊലിയൊക്കെ ഒന്ന് മാറ്റി കഴുകിയിട്ട് നമുക്കിതുപോലെ നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. അത് നിങ്ങൾക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാക്ക് കുറച്ചും കൂടെ ലൂസായിട്ട് പോകും. ഉരുളക്കിഴങ്ങ് അരയ്ക്കുമ്പോൾ തന്നെ അതിൽ കുറേ വെള്ളം ഉള്ളതുകൊണ്ട് ഒരു വെള്ളം പോലെ ആയിരിക്കും. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ചെമ്പരത്തിയുടെ പേസ്റ്റ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയി കിട്ടും. ഇപ്പോൾ ഇത് നല്ല ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നിൽക്കില്ല, ഒലിച്ചിറങ്ങി പോകുന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ വേണമെങ്കിൽ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ഈ ഒരു ചെമ്പരത്തി തന്നെ മാലിക് ആസിഡും സിട്രിക് ആസിഡും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുനാരങ്ങയുടെ നീര് സ്കിപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചെറുനാരങ്ങയുടെ കുറച്ച് മതി, ഒരു 4-5 ഡ്രോപ്സ് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി.
ഇനി ഈ ഒരു പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ കരിമങ്ങലിലുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഏതൊരു പാക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുഖം വാഷ് ചെയ്യുന്നതും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പം മുഖം വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് നിങ്ങൾക്ക് കരിമങ്ങലിലുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അതിനുശേഷം വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ ഓയിലോ ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. അതും നല്ലതാണ്. ഇപ്പോൾ ദ്യൂസിന് സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഉണ്ട്. ഇതുപോലെയുള്ള കരിമങ്ങലിലൊക്കെ മാറാനും സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ മാറാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഓയിലാണ് ദ്യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ. അപ്പോൾ അത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. 1 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. എത്ര പ്രായമുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. കരിമങ്ങലിലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റു പാടുകളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഓയിലാണ്. ദ്യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിൽ നമ്മൾ ഒരിക്കലും മഞ്ഞൾ ചേർക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത് ആണുങ്ങൾക്കൊക്കെ സേഫായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചിലർക്ക് മഞ്ഞൾ ചേർത്ത് യൂസ് ചെയ്താൽ രോമമൊക്കെ കൊഴിഞ്ഞു പോകുമെന്നുള്ള ആ ഒരു പേടിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിൽ നമ്മൾ മഞ്ഞൾ ചേർക്കുന്നില്ല. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്